മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഡിംഗ് ഡീകോഡിംഗ്. അതായത് ഒരു കാര്യം പറയും, അതിനെ നമ്പറുകളുമായോ വേറൊരു രീതിയിൽ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സുമായോ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ വേറൊരു വേർഡ് ഏതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ്. വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് മുഴുവൻ ചോദ്യങ്ങളും സ്ക്രീനിൽ തെളിഞ്ഞു കാണും. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം സ്വന്തമായിട്ട് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം തുടർന്ന് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കോഡിംഗ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 15ഓളം ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള അറിവുകൾ നമ്മൾ നേടിയിരിക്കണം ഇതുപോലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, MOLEELMO. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പറുകളിൽ എങ്ങനെയാണ് ചെയ്യുക? ഒരു വേർഡും ഒരു നമ്പറും തുടർച്ചയായി നമ്പേഴ്സ് നിന്നാൽ ഏത് തരത്തിലാണ് ആൻസർ ചെയ്യുക? രണ്ട് വേർഡിൻ്റെ കോഡുകൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? ലെറ്ററും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ നോക്കുക, MOLE എന്ന് പറഞ്ഞാൽ ELMO ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം, MOLEയിലത്തെ 4 അക്ഷരങ്ങളാണ് MOLE. ഇവിടുത്തെ നോക്കിക്കോ, M ഉണ്ട്, O ഉണ്ട്, L ഉണ്ട്, E ഉണ്ട്. ഇതിൽ വരുന്ന അതേ അക്ഷരങ്ങൾ തന്നെ ഇതിലുണ്ട്. എങ്കിൽ ഈ വേർഡിനെ ഏത് തരത്തിൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതിനു വേണ്ടി ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ MOLE എന്ന് പറയുന്ന വാക്കിന് താഴെ നമ്മൾ 1 2 3 4 എന്ന് എഴുതിയാൽ ഈ 1 2 3 4 എന്ന് പറയുന്നത് ഇവിടെ ഏത് രീതിയിൽ വരും നോക്കോ. M എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ ഇവിടെ 1 എന്ന് കൊടുത്തു. പിന്നെ O എന്ന് പറഞ്ഞാൽ 2 ആണ്, ഓവിന് പകരം 2 കൊടുത്തു. L എന്ന് പറഞ്ഞാൽ 3 ആണ്, Lന് പകരം 3 എഴുതി. E എന്ന് പറഞ്ഞാൽ 4 ആണ്, Eക്ക് പകരം 4 എഴുതി. അപ്പോൾ 1 2 3 4 എന്ന് ഇതിനെ നമ്മൾ കോഡ് ചെയ്താൽ അത് ഇവിടെ വരുമ്പോൾ 4 3 1 2 എന്ന രീതിയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ഡെൻസിന് നമ്മൾ 1 2 3 4 എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ഏത് രീതിയിലാണ്? 4 3 1 2 എന്ന രീതിയിലാണ് നമ്മൾക്ക് ഇവിടെ ആൻസർ വേണ്ടത്. 4 3 1 2 4 3 1 2. 4ൻ്റെ ലെറ്റർ ഏതാ? എസ്. പിന്നെ 3ൻ്റെ ലെറ്റർ ഏതാണ് വരുന്നത്? 3ൻ്റെത് N ആണ് വരുന്നത്. പിന്നെ 1ന് വരുന്നത് ഏതാണ്? D ആണ് വരുന്നത്. അതേപോലെ തന്നെ 2ന് വരുന്നത് ഏതാണ് വരുന്നത്? E ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഉത്തരം SNDE എന്ന ആണ്. അപ്പോൾ ഇതേ വേർഡ്, ഒരു വേർഡിലത്തെ അതേ ലെറ്റേഴ്സ് ആൽഫാബറ്റ്സ് രണ്ടാമത്തേതിൽ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ ഈ ഓർഡറിൽ എഴുതിയിട്ട് ചെയ്യേണ്ടത്. വേറൊരു തരത്തിൽ നമ്മൾ എഴുതും. M എന്ന് പറയുന്നത് ഇവിടെ എത്രാമത്തേത് വന്നു? 3ാമത്തേത് വന്നു. അപ്പോൾ ഇവിടുത്തെ 1ാമത്തെ അക്ഷരം 3ാമത്തേതായിട്ട് വരണം. ആ രീതിയിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 2 5 6 7 1 5 8 6 കൊടുത്തിന് എങ്കിലും മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, അപ്പോൾ ഇവിടെ വരുന്ന നമ്പറിലും നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ആ നമ്പർ എഴുതുകയാണെങ്കിൽ 1 2 3 4 5 6 എന്ന് എഴുതിയതിന് ശേഷം 1 2 3 4 5 6 7. പിന്നെ നോക്കുക, 1 5 8 6 1 5 8 6. അപ്പോൾ ഇതിനെ ഇതേ മാതിരി അക്ഷരം ഞാൻ ഇവിടെ എഴുതിയതാണ്. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും T1 ആണ്, ഇവിടെയും T1 ആണ് അല്ലേ? അപ്പോൾ ഒരേപോലെ NR ആണ്, ഇവിടെയും NR ആണ്. അപ്പോൾ എന്താണ് അർത്ഥം? ഓരോരോ ആൽഫാബറ്റ്സിനും ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന വേർഡ് ഏതാ? MOTIO എന്നാ വേണ്ടത്. M എന്ന് പറഞ്ഞത് എത്രയാണ്? 4 ആണ് വരുന്നത്. M എന്ന് പറയുന്നത് 4 ആണ്. O എന്ന് പറയുന്നത് എത്രയാണ് നോക്കൂ? 8 ആണ് വരുന്നത്. O
ടി എന്ന് പറയുന്നതോ 1 ആണ് വരുന്നത്. ടി എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഐ എന്ന് പറയുന്നത് എത്രാമത്തെ വരുന്നു? 5 വരുന്നു. ഒ എത്രാമത്തെ വരുന്നു? 8ാമത്തത് വരുന്നു. എൻ എത്രാമത്തത് വരുന്നു? 6th ലെറ്റർ വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൻസർ എത്രയായിരിക്കും വരിക? 4, 8, 1, 5, 8, 6. അപ്പോൾ ഐഡിയ മനസ്സിലായാലും ഇവിടെ വരുന്ന ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പർ എന്ന രീതിയിൽ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ മറ്റൊരു ടൈപ്പാണ് ഈ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗോൾഫ് എന്ന് പറഞ്ഞാൽ 44, 44. ബോൾ BALL 31 ആയാൽ പ്ലേ എത്ര എന്നാണ് കൊടുത്തിട്ടുള്ളത്. പല ആൻസറുകളും വരുന്നതുകൊണ്ട് ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ അവരുടെ ഓപ്ഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇതേമാതിരി വരുമ്പോൾ നമ്മൾ എന്തറിയണം? A മുതൽ ABCD മുതൽ XYZ വരെയില്ല എല്ലാ നമ്പറിൻ്റെയും ഓർഡർ, ലെഫ്റ്റിൽ നിന്നുള്ള ഓർഡർ പൊസിഷൻ അറിയണം, റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ അറിയണം. അപ്പോൾ A മുതൽ Z വരെ A1 ഒന്നാമത്തതാണ്, B രണ്ടാമത്തത്, C 3, അങ്ങനെ Y എന്ന് പറയുന്നത് 25, Z 26 26ാമത്തത്. തിരിച്ചിട്ടുള്ള ഓർഡർ നമ്മൾ അറിയണം. തിരിച്ചിട്ടുള്ള ഓർഡർ വരുമ്പോൾ A വരുന്നത് 26ാമത്തതാണ്, B എന്ന് പറയുന്നത് 25ാമത്തത്, C എന്ന് പറയുന്നത് 24, D 23 എന്നറിയണം. അപ്പോൾ ഇവിടെയുള്ള ബന്ധം നോക്കാം. ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തോട്ടുള്ളത് കിട്ടും. 27 ഇടത്തോട്ടുള്ള ഓർഡർ കുറച്ചാൽ മതി. അതായത് എയുടെ ലെഫ്റ്റിൽ നിന്നുള്ള ഓർഡർ 1 ആണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് A എത്രാമത്തേന്ന് അറിയാൻ 27 നിന്ന് 1 കുറച്ചു, അപ്പോൾ 26. കറക്റ്റ് അല്ലേ? റൈറ്റിൽ നിന്ന്. B എത്രാമത്തത്? ഇടത്ത് നിന്ന്, ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തത്, റൈറ്റിൽ നിന്നാണ് വരുന്നതെങ്കിലോ 25. അപ്പോൾ 27 ലെഫ്റ്റിലുള്ള ഓർഡർ കുറച്ചാകും. അപ്പോൾ 27 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഉള്ളത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ലെറ്ററിൻ്റെ പൊസിഷൻ. G എന്ന് പറയുന്നത് 7ാമത്തതാണ്, O 15ആണ്, ഇത് പഠിച്ചു വെക്കണം. L എന്ന് പറയുന്നത് 12ാമത്താണ്, F എന്ന് പറയുന്നത് 6ാമത്തതാണ്. ഈ നമ്പറും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. അതേപോലെ BALL ഞാൻ എഴുതി വെക്കാം. B രണ്ടാമത്തതാണ്, A 1ാമത്തതാണ്, L 12ാമത്തതാണ്, L 12ാമത്താണ്. ഇതെല്ലാം നമുക്ക് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും നോക്കാം. 7, 15, 22, 34, 12, 34, 6, 40 കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40 കിട്ടുന്നത്. ഇത് കൂട്ടിക്കഴിഞ്ഞാലോ 2, 1, 3, 3, 12, 15, 15, 12 നമുക്ക് കിട്ടുന്നത് 27. അപ്പോൾ എന്താണ്? 40 44 ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, 27 31 ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷനിൻ്റെ സമ്മിനെക്കാളും 4 അധികമാണ് ഇവിടെ വരുന്നത്. പൊസിഷൻ്റെ സമ്മിനെക്കാളും 4 അധികം വരുന്നു. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. P എന്ന് പറയുന്നത് നമുക്കറിയാം 16ാമത്തതാണ്, L 12, A 1, Y എന്ന് പറയുന്നത് 25. ഇത് കൂട്ടി നോക്കാം. 16, 12, 28 + 1 29 + 25 54 54 എന്ന് കിട്ടും. അപ്പോൾ 54 എന്ന് കിട്ടിയാൽ 54 അല്ല അതിൻ്റെ ആൻസർ വരുന്നത്. ഈ 27 കിട്ടുമ്പോൾ 27ൻ്റെ പരം 4 കൂട്ടിയതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ 40 വരുമ്പോൾ 40ൻ്റെ പരം 4 കൂട്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ 54ൻ്റെ കൂടെ 4 കൂട്ടണം. ഇവിടെ 54 പ്ലേക്ക് 54 വരും. അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 58 കിട്ടും. അപ്പോൾ 58 ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് 58 ആയി. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രീതി ഇതും എഴുതുമ്പോഴാണ് നമ്മൾ 4 ആഡ് ചെയ്ത രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന കോഡ് നമ്പേഴ്സിനെ നമ്മൾ കണ്ടത് അല്ലേ? ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളതിൻ്റെ ഒരു റിലേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഓരോ ലെറ്റേഴ്സിൻ്റെയും GOLF ഈ ലെറ്റേഴ്സിൻ്റെ റൈറ്റിൽ നിന്നുള്ള റിലേഷൻസ് നോക്കും. റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ, വലതുഭാഗത്തു നിന്നുള്ള പൊസിഷൻ എഴുതിയിട്ടും കൂടി നമ്മൾ നോക്കും. ഇത് രണ്ടും നോക്കുമ്പോൾ ഒരു 40 കിട്ടിയതിനേക്കാളും 4 അധികം, കിട്ടിയതിനേക്കാളും 4 അധികം വരുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോഴും പ്ലേനേക്കാളും 4 അധികം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രെയിറ്റ് STRAIGH TH കണ്ടോ? സ്ട്രെയിറ്റിന് പകരം സ്പെല്ലിങ് തെറ്റിച്ചിട്ടുണ്ട് ഇവിടെ.
TSARGIHT ആണ് ഇവിടെയുള്ളത്. അപ്പോൾ തേഴ്സ്ഡേ എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഇതിൽ വരുന്ന എല്ലാ ലെറ്റേഴ്സും എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പോൾ ആ ലെറ്റേഴ്സ് എങ്ങനെ മാറിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, നമുക്ക് ഇവിടെ ഓരോ ലെറ്റർ നോക്കിയാൽ ST ഉണ്ട്. ഇവിടെ വരുന്ന എത്രയാ? TS ആണ് വരുന്നത്. എസ് നമ്പർ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിന് നമ്പർ എഴുതിയിട്ട് ആ നമ്പർ പ്രകാരം ഇവിടെ എഴുതിയാലും മതി. 1 2 3 4 5 6 7 8 എന്ന് എഴുതിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇവിടുത്തെ നമ്പർ എത്ര വരുന്നു നോക്കുക. എന്നിട്ട് ഇതിനും അതേ 1 2 3 4 എന്നുള്ള നമ്പർ കൊടുക്കുക. ഇത് എങ്ങനെ മാറി വരുന്നോ അതേ റിലേഷൻ ഇവിടെ കൊടുത്താലും നമുക്ക് ആൻസർ ആയി. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമല്ലോ. ST എന്തുണ്ട്? TS ആണുള്ളത്. RA എന്തുണ്ട്? AR ആണുള്ളത് അല്ലേ? അപ്പോൾ IG എന്തുണ്ട്? GI ആണുള്ളത്. TH എന്തുണ്ട്? HT ആണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻ കാണുന്നത് കൊണ്ട് നമ്മൾ ഫുൾ നമ്പർ എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചോദ്യത്തിന് മുഴുവനായി ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഏത് രീതി ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത്. നോക്ക്, എസും ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്, കണ്ടില്ലേ? ST എന്തായി? TS ആയി. അപ്പോൾ TH എന്താവും? HT ആവും. HT ആവും. പിന്നെ നോക്ക്, RA എങ്ങനെയായിട്ടാണ് വന്നത്? AR ആയിട്ടാണ് വന്നത്. അപ്പോൾ UR എന്ന് പറയുന്നത് എന്ത് കിട്ടും? RU എന്ന് പറയുന്നത് കിട്ടും. IG എന്ന് പറയുന്നത് ഇവിടെ GI ആയിട്ട് വന്നു. അപ്പോൾ SD എന്താവും? DS. അതേപോലെ ലാസ്റ്റ് TH HT ആയി. അപ്പോൾ AY എന്തായി? YA ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും HTRUDSYA. അപ്പോൾ ഇത് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫുൾ ലെറ്റേഴ്സിൻ്റെയും റിലേറ്റീവ് ലെറ്റർ നമ്മൾ കണ്ടുപിടിച്ചത്. എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾ 2 or 3 ലെറ്റേഴ്സിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. അതുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നോക്കൂ, സമ്മർ എന്ന് പറയുന്നത് RUNNER ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഈ പറഞ്ഞ പോലെയല്ല, ഈ പറഞ്ഞതുപോലെയൊന്നുമല്ല ഇവിടെ വരുന്നത്. ഇവിടുത്തെ ലെറ്റേഴ്സ് തന്നെ മാറ്റമുണ്ട് അല്ലേ? S ഉണ്ട്, U ഉണ്ട്, പക്ഷേ MM ഉണ്ട്, ER. അപ്പോൾ ഈ നമ്പേഴ്സുകൾ മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റത്തെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ S എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാണ്? OPQRST. T 20ാമത്തതാണ്. അപ്പോൾ S 19ാമത്തെ ലെറ്ററാണ്. S. U എത്രാമത്തെയാണ്? 21ാമത്തെ ലെറ്ററാണ്. M എന്ന് പറയുന്നത് 13ആണ്. M 13ആണ്. E എന്ന് പറയുന്നത് 5ആണ്. R എന്ന് പറയുന്നത് 18ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വരുന്ന നമ്പർ നോക്കാം. നമുക്കിവിടെ വരുന്നത് R എന്ന് പറയുന്നത് 18ആണ്. U എന്ന് പറയുന്നത് 21ആണ്. N 14ആണ്. N 14ആണ്. E 5ആണ്. R 18ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റം. അപ്പോൾ 19 എന്നുള്ളത് ഇവിടെ എത്രാമത്തെ വന്നു? 18 വന്നു. അപ്പോൾ W നമുക്ക് എഴുതി നോക്കാം. W 23rd ആണ്, 23ാമത്തെ. I നമുക്ക് കിട്ടും 9ാമത്തെയാണ്. N 14, T 20ആണ്. E 5ആണ്. R 18ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആൻസർ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 19 ഉള്ളത് 18 ആയിട്ട് വന്നു, കണ്ടില്ലേ നിങ്ങൾ? 19 ഉള്ളത് 18ാമത്തെ. അപ്പോൾ 23 ഉള്ളത് നമുക്ക് എത്രാമത്തെ കിട്ടും? 19 18 ആവുമ്പോൾ 23 22ാമത്തെ ലെറ്റർ കിട്ടും. പിന്നെ 21 ഇവിടെയുണ്ട്, അത് 21 തന്നെയാണ് വന്നത്. അപ്പോൾ 9ാമത്തത് എത്ര വരും? 9 ആയിട്ട് തന്നെ വരും. ഡൗട്ടില്ലല്ലോ. 21 മാറ്റമില്ല. 13 എന്തായി? 14ആയി. 13 14 ആയപ്പോൾ ഈ 14 എന്ന് പറയുന്ന 3ാമത്തെ ലെറ്റർ എത്രയാവും? 15ആയിട്ട് മാറും. പിന്നെയോ അടുത്തതും അതേമാതിരി തന്നെ 15ാമത്തതായിട്ട് മാറും. ഒരേ ഇതിലേ വരുന്നത്. സോറി, അടുത്തത് എത്രാമത്തായിട്ട് വരും? വിൻ്റർ അല്ലേ ചോദിച്ചത്? ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് കിട്ടുന്നത് നോക്കൂ. ഇപ്പോൾ 13 ഉള്ളത് 14ാമത്തതായി.
വീണ്ടും ഇവിടെ വരുന്നത് 13 14-ാമത്തതായിട്ടാണ് വരുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് 14 15ആയി. ഇവിടെ ടി ആണുള്ളത്. ടി അപ്പോൾ അടുത്ത നമ്പർ ആയിട്ട് വരും. അടുത്ത നമ്പർ നമുക്ക് എത്ര കിട്ടും? 21ാമത്തെ നമ്പർ കിട്ടും. ഡൗട്ട് ഉണ്ടാവരുത്, 21ാമത്തെ നമ്പർ കിട്ടും. പിന്നെ നമുക്ക് എന്താ വരുന്നത്? ഈ ആറാണ് വരുന്നത്. ഈ 6 അതിൽ മാറ്റമില്ല, 5 18 തന്നെ. ഇവിടെ വരുന്നതും ഈ 6 തന്നെ. അപ്പോൾ എന്താ വരിക? 5 18 തന്നെയാണ് അതിനും വരിക. ഓക്കെ, മാറ്റമില്ലല്ലോ, അതിന് മാറ്റമില്ല, അത് തന്നെ വരും. 5 5 തന്നെ, 18 18 തന്നെ. അപ്പോൾ ഇതിന് വരുന്ന ലെറ്റേഴ്സ് ആൽഫാബറ്റ്സ് നമ്മൾ എഴുതിയാൽ മതി. 22 വരല്, അത് വി ആണ് വരിക. 9ാമത്തത് ഐ വരും. 15ാമത്തത് ഒ വരും. 21ാമത്തത് യു വരും. 5ാമത്തത് ഇ വരും. 18ാമത്തത് ആർ വരും. അപ്പോൾ VIOUER എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ സമ്മർ എന്ന് പറയുന്നത് റണ്ണർ ആയിട്ട് വരുമ്പോൾ വിൻ്റർ എന്ന് പറയുന്നത് ഈ തരത്തിൽ ആൻസർ കിട്ടും. ഇനി ഇങ്ങനെ എല്ലാതെയും കുട്ടികൾ ആലോചിച്ച് ചെയ്യും. എന്ത് ചെയ്യും? എസിൻ്റെത് നോക്കും, അവർ 6 നോക്കും, യുവിന് മാറ്റമില്ല എന്ന് എഴുതും. അപ്പോൾ 1 2 നമുക്ക് ഇതിൽ നിന്ന് തന്നെ എസ് എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിലുള്ള ഒരക്ഷരം എഴുതും. അപ്പോൾ W എന്ന് പറയുന്നത് അതിന് മുമ്പിലുള്ള ഒരക്ഷരം എഴുതി. യുവിന് മാറ്റമില്ല, അതേപോലെ ഇവിടെ എന്ത് വരും? ഐക്ക് മാറ്റമില്ല. M N ആയി. അപ്പോൾ N എന്താവും? അടുത്ത അക്ഷരമാവും. അപ്പോൾ അങ്ങനെ ഈ നമ്പറുകൾ എഴുതാതെ ഇതിൻ്റെ അക്ഷരം നോക്കിയിട്ടും എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്പറിലേക്ക് പോവാം. ഗോ ഈക്വൽ ടു 32, ഷീ ഈക്വൽ ടു 49, സം ഈക്വൽ ടു എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗോ എന്ന് പറയുന്ന 32 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്പർ ലെഫ്റ്റ് എന്നുള്ള പൊസിഷൻ നമുക്ക് ആദ്യം എഴുതി നോക്കാം. GO ആണ് അല്ലേ? GO ആണ്. G എത്രാമത്തെയാണ്? 7ാമത്തെയാണ്. O 15ാമത്തെയാണ്. 7ഉം 15 കൂട്ടി എത്ര കിട്ടുക? 22 കിട്ടുക. 7ഉം 15 കൂട്ടിയാൽ 22 കിട്ടുക. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഷീൻ്റെ നോക്കാം. ഷീൻ്റെത് വരുമ്പോൾ ഷീ എത്രാമത്തെ? എസ്. ഷീ SHE. എസ് എന്ന് പറയുന്നത് 19, എച്ച് എന്ന് പറയുന്നത് 8, ഇ എന്ന് പറയുന്നത് 5. 19 8 27 5 32. ഇവിടെ വരുന്നത് 49 അപ്പോൾ ഒരേ നമ്പർ കൂട്ടിയിട്ടല്ല വരുന്നത് അല്ലേ? 22 ഇതിൽ 32ആയി. 10 കൂട്ടിയിട്ടുള്ളതാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 10ഉം 15ഉം 8 23 കിട്ടുന്നത്. 23 കിട്ടുന്നത്. അപ്പോൾ 23ൻ്റെ ഒപ്പം 10 കൂട്ടിയിട്ടല്ല 49 കിട്ടുക. അപ്പോൾ നമുക്ക് അത് ആ റിലേഷൻ അല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഓർഡറാണ് 7ഉം 15ഉം. ഇടത്തുനിന്ന് വലത്തോട്ടുള്ള ഓർഡർ, ഓരോ നമ്പറിൻ്റെ ഓർഡറാണ് 7ഉം 15. ഇനി വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള ഓർഡർ നോക്കാം. G 7ാമത്തെയാണ്. അപ്പോൾ 27 7 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. O ലെഫ്റ്റിൽ നിന്ന് 15ാമത്തെയാണ്. ഇടത്തുനിന്ന് 15ാമത്തെ ആയതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ട് എത്രാമത്തെയാണ്? 12ാമത്തെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മനസ്സിനൊരു സമാധാനം വന്നിട്ടുണ്ടാവും. ഈ 20ഉം 12ഉം കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി എത്രയായി? 32ആയി. ഇനി ഇവിടെയും വേണം നമുക്ക് നോക്കാം. ഷീ എസ് എന്ന് പറയുന്നത് 19ആണ്. അപ്പോൾ അങ്ങ് ഇങ്ങോട്ട് വരുമ്പോൾ 8ആണ്. 8 എന്നുള്ളത് എത്ര വരും? അപ്പോൾ 19 വരും. കറക്റ്റ്. 27 കുറയ്ക്കലും വേണ്ടി. ഈ എത്ര വരും? 5 വരും. അപ്പോൾ 5 തിരിച്ചിട്ട് വരുമ്പോൾ എത്ര വരും? 22 വരും. 22. അപ്പോൾ 22 കിട്ടും. 30 30ഉം 19ഉം നമുക്ക് എത്ര കിട്ടും? 49 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കോഡ് ചെയ്തിട്ടുള്ളത് ഇടത്തുനിന്ന് വലത്തോട്ടുള്ള ലെറ്റേഴ്സിൻ്റെ ഓർഡറിൽ അല്ല, മറിച്ച് വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള ലെറ്റേഴ്സിൻ്റെ ഓർഡർ വെച്ചിട്ടാണ് ഇവിടെ നമ്പർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി നമ്മൾ ഇവിടെയും നമുക്ക് ചെയ്യാം. എസ് 19ാമത്തെ ലെറ്ററാണ്. 19ആകുമ്പോൾ എത്ര വരിക? 27 19 കുറച്ചാൽ നമുക്ക് 8 കിട്ടും. 27 - 19. O 15ആണ്. അപ്പോൾ നമുക്ക് 12 കിട്ടും. M 13 13ആണ്. അപ്പോൾ നമുക്ക് 14 14 കിട്ടും. ഈ 5 ആണ്. 27 5 കുറക്കുക. 27 5 കുറച്ചാൽ നമുക്ക് 22 22 കിട്ടും. കൂട്ടി നോക്കൂ. 12 8 20, 20ഉം 14 34, 34ഉം 22ഉം 56 56. അതിവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ നമ്പറുകളെല്ലാം കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മൾക്ക് ആൻസർ. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ടുള്ള ഓർഡർ കണ്ടെത്തിയിട്ട് ആ റിലേഷൻ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. FRIDGE എന്ന് പറയുന്നത് GTLHLK ആയിട്ട് ബന്ധം എങ്കിൽ കെറ്റിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
എഫ് എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ് നമുക്ക് വരിക? ഈ എഫ് ആറാമത്തെ നമ്പർ, 6 18. ഐ എന്ന് പറയുന്നത് 9 ആണ്, ഡി എന്ന് പറയുന്നത് 4 ആണ്, ജി 7 ആണ്, ഇ 5 ആണ്. ജി നോക്കാം 7, ടി 20 ആണ്, എൽ 12 ആണ്, എച്ച് 8, എൽ 12, കെ എന്ന് പറയുന്നത് ജെ കെയിൽ ജെ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ കെ എത്രയാണ്? 11 ആണ് വരിക. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ്. ഇനി ഇവിടെ നോക്കാം നമുക്ക് ഇവരത് എഴുതാം. എഴുതുമ്പോൾ എന്താ വരിക? കെ 11 വരും, ഇ 5, ടി 20, പിന്നെ വീണ്ടും 20, എൽ 12, പിന്നെ ഇ എത്ര വരിക? 5 ആണ് വരിക. നോക്കാം ഇവിടെ എങ്ങനെയാണ് ബന്ധപ്പെട്ടുള്ളത്. 6 എന്നുള്ളത് എത്രാമത്തെ വന്നു? 7 വന്നു. അപ്പോൾ 11 എന്നുള്ളത് എത്രാമത്തെ വരും? 12ാമത്തത് വരും. പിന്നെ 18 എത്രയായി? 20. അപ്പോൾ 5 2 കൂടി അല്ലേ? 18 20 ആകുമ്പോൾ 2 ആഡ് ചെയ്തു. അപ്പോൾ 5ൻ്റെ പേര് 2 ആഡ് ചെയ്ത് എത്ര കിട്ടുക? 7 കിട്ടും. പിന്നെ അടുത്ത നോക്ക്, 9 എന്നുള്ളത് 12 ആയി, 3ാമത്തതായി. അപ്പം ഇതിൻ്റെ പേര് 3 കൂട്ടാണ്. ടി 20ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 23. വീണ്ടും ടി തന്നെ. അത് എത്രാമത്തെ അവർ നോക്കുക? അതേ ബന്ധമല്ല, 4ാമത്തെ ലെറ്റർ അല്ലേ? 4ാമത്തെ ലെറ്റർ 4 എന്നുള്ളത് എത്രയായിട്ട് വരും? 8 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയുള്ളത്? 4ാമത്തെ ലെറ്റർ 20 ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ എത്രയൊക്കെ? 4 എന്നുള്ളത് എത്രയായിട്ട് വന്നു? 8. 4 കൂടി. അപ്പോൾ 20 എത്ര കൂടും? 24 വരും. ഓക്കെ, രണ്ടിനും 2 തരത്തിലാണ് അവർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 5ാമത്തത് ജി 7 ആണ്, ഇവിടെ 12 ആണ്, 5 ആണ് അധികം വരുന്നത്. കാണുന്നുണ്ടല്ലോ, 7 12 ഇങ്ങനെ വരും, 5 അധികം വരും. അപ്പോൾ ഇവിടുത്തെ വരുന്ന 12 5 കൂടി എത്ര കിട്ടും? 17 കിട്ടും. ഇനി ലാസ്റ്റിലത്തെ ഈ 5 ആണ്, 5 എത്രയായി? 11 ആയി, 6 ആഡ് ചെയ്തു. അപ്പോൾ ഈ 5ൻ്റെ കൂടെ 6 ആഡ് ചെയ്തിട്ട് 11 തന്നെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതിയാൽ മതി. എൽ 12 ആണ്, ജി 7 ആണ്, 23 ആണ്. 23 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡബ്ല്യു ആണ്. 24 എക്സ് ആണ്. 17ാമത്തത് നമുക്ക് കിട്ടുന്നത് ക്യൂ ആണ്. പിന്നെ 11ാമത്തത് നമുക്ക് കിട്ടുന്നത് കെ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക, എൽ ജി ഡബ്ല്യു എക്സ് ക്യൂ കെ. അപ്പോൾ 1ാമത്തതിലത്തെ നമ്പേഴ്സും 2ാമത്തതിലത്തെ നമ്പേഴ്സും ഇങ്ങനെ എല്ലാതെയും കുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എഫ് ഇവിടെ ജി ആയി, അപ്പോൾ കെ ഇവിടെ എൽ ആയി, അടുത്ത നമ്പറായി. 6 ടി ആയി, 6 എസ് ടി, ഒരക്ഷരം വിട്ടിട്ടാണ് ടി ആവുന്നത്. ഈ എഫ് ജി ഇതാ ഒരക്ഷരം വിട്ടിട്ട് ജി ആയി. ഈ തരത്തിലും കണ്ടുപിടിക്കുന്ന കുട്ടികളുണ്ട്, അതും ചെയ്യാം. ഓക്കെ, അടുത്തത് രാമൻ എന്ന് പറയുന്നത് 18, 11, 31, 14 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ 5 നമ്പറുകളാണ് അല്ലേ, 5 ലെറ്റേഴ്സാണ്. പക്ഷേ ഇവിടെ 2 2 4 2 6 2 8 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തോ സംതിങ് മറ്റതിനേക്കാളും എന്തോ ചെറിയൊരു പ്രത്യേകത ഇവിടുത്തെ നമ്പറുകൾക്കുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. മറ്റതെല്ലാം ഒരു സമ്മായിട്ടുള്ളത് ഒരു നമ്പർ അത്രയല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് നോക്കാം. നമുക്കറിയാം 6 = എത്രാമത്തെയാണ്? 18ാമത്തെയാണ്. എ 1ാമത്തെയാണ്. 13, എ 1, എൻ 14. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ലെഫ്റ്റിൽ നിന്ന് ഓരോ അക്ഷരത്തിൽ നിന്നുള്ള ഓർഡർ പൊസിഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കണ്ടില്ലേ? 18, 11, 13, 18, 1, പിന്നെ അതേപോലെ 13, പിന്നെ 1, 14 എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിച്ചാൽ മതി. കെ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 11, എ 1, എൻ 14, എൻ 14, യു നമുക്ക് 21, ആർ 18. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടി? 11, 1, 14, 14, 21, 18 എന്ന് പറയുന്ന വലിയൊരു നമ്പറാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, നേരിട്ട് നമ്മൾ എഴുതുമ്പോഴേക്കും ഇപ്പുറം നോക്കുന്ന സമയത്താണ് കാണുക ഇതേ ഓർഡർ തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ എഴുതുക, അത് ഇവിടെ എഴുതി വെച്ചാൽ നമ്മുടെ ആൻസറായി. ഇനി വർക്ക് നമുക്ക് തന്നിട്ടുണ്ട് 4, 12, 9, 16. നമ്മൾ സാധാരണ ചെയ്യുന്നവർ എന്താ ചെയ്യുക? ഡബ്ല്യു എന്ന് പറയുന്നത് 23 ആണ്, ഒ എന്ന് പറയുന്നത് 15 ആണ്, ആർ 18 ആണ്, കെ 11 ആണ്. പക്ഷെ ഇവിടെ തന്ന നമ്പറുകൾ വേറെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ഇത് ഇടത്തുനിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള നമ്പറാണിത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള നമ്പർ എത്രയാണ് വരിക? 23 ആണെങ്കിൽ 4 വരും. ഡബ്ല്യു 4ാമത്തെയാണ്. മറ്റേത് 12 വരും. ഇവിടെ എത്ര വരും?
9 വരും, ഇവിടെ 16 വരും. 4, 12, 9, 16 അത് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ലെറ്റേഴ്സിൻ്റെ വലതിൽ നിന്ന് ഇടത്തോട്ടുള്ള ഓർഡറാണ്, പൊസിഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 4, 12, 9, 16 എന്ന രീതിയിൽ. കൊമയൊന്നും ഉണ്ടാവില്ല, കൊമ ഞാൻ ഇട്ടതാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹോട്ടൽ എന്ന് പറയുന്ന നമ്പറിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള പൊസിഷൻ, വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള പൊസിഷൻ ആദ്യം. എച്ച് എത്രാമത്തെയാണ്? എച്ച് ഇടത്തുനിന്ന് 8ാമത്തെയാണ്, അപ്പോൾ വലത്ത് നിന്ന് 19ാമത്തെയാണ്. ഓ ഇടത്ത് നിന്ന് 15ാമത്തെയാണ്, അപ്പോൾ 12ാമത്തെയാണ്. ടി 20ാമത്തെയാണ് ഇടത്ത് ലെഫ്റ്റിൽ നിന്നുള്ള ഓർഡർ പൊസിഷൻ, അപ്പോൾ ഇത് എത്രയായിരിക്കും? 7. ഈ 5ആണ് ഇടത്ത് നിന്ന്, അപ്പോൾ വലത്ത് നിന്ന് എത്രയായിരിക്കും? 22. എൽ 12ആണ് ലെഫ്റ്റ്, അപ്പോൾ എത്രയായിരിക്കും? 15. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇത് ലെഫ്റ്റ് ഓർഡർ, ഇത് റൈറ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ 19, 12, 7, 22, 15. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, നമുക്ക് പുതിയ കാണേണ്ടതുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ബാക്കിയുണ്ട്. അതൊരു പുതിയ ക്വസ്റ്റ്യൻ, നിങ്ങൾ പലർക്കും പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 639 എന്ന് പറയുന്നത് വുഡ് ഈസ് ഹാർഡ്, 657 ഫർ ഈസ് സോഫ്റ്റ്, 135 ഹാർഡ് ഓർ സോഫ്റ്റ്. ഹാർഡ് ഓർ സോഫ്റ്റ്. ഫൈൻഡ് ദി കോഡ് ഫോർ ഓർ. ഓർ എന്ന് പറയുന്നതിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എഴുതിയതിൽ ഓർ എവിടെയാണ് ഉള്ളത്? ഇവിടെ മാത്രമാണ് ഓർ. ഈ ഓർ എന്നുള്ള നമ്പർ നോക്ക്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. 3 നമ്പറുകളുണ്ട്, 3 വേർഡ്സ് ഉണ്ട്. 3 നമ്പറുകളുണ്ട്, 3 വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ നമ്പറും ഓരോ വേർഡുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് നോക്കാം. 639 വുഡ് ഈസ് ഹാർഡ് അല്ലേ? 657 ഫർ ഈസ് സോഫ്റ്റ്. അപ്പോൾ ഈ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നത് ആരുണ്ട്? ഈസ് ഉണ്ട്. ഇവിടെയും ഈസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എത്രയായി കിട്ടി? ശ്രദ്ധിക്കണം, ഈസ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നതാണ്. 6, 3, 9 ആണ്. 6, 5, 7 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആരാണ്? 6. അപ്പോൾ ഈസ് എന്ന് പറയുന്നത് 6 ആണെന്ന് കിട്ടി. രണ്ടാമത്തെ നോക്കാം നമുക്ക്. ഫർ ഈസ് സോഫ്റ്റ്, ഹാർഡ് ഓർ സോഫ്റ്റ്. ഫർ ഈസ് സോഫ്റ്റ്, ഹാർഡ് ഓർ സോഫ്റ്റ്. അപ്പോൾ രണ്ട് സ്ഥലത്തും ആരുണ്ട്? സോഫ്റ്റ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട് ഉണ്ടല്ലോ. രണ്ട് സ്ഥലത്ത് സോഫ്റ്റ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് രണ്ട് സ്ഥലത്തും ഉണ്ടായതുകൊണ്ട് ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് ആരാണ് വരുന്നത്? 5 ആണ് അല്ലേ? 5 അല്ലേ കോമൺ ആയിട്ട് വരുന്നത്? 5 ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ സോഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് പറയുന്നത് കിട്ടി. ഇനി നമുക്ക് നോക്കാം, ഇതും കൂടെ ഇതും നമ്മൾ പറഞ്ഞു, ഇതും പറഞ്ഞു. ഇനി ഇതും നോക്കിയാൽ നമുക്ക് ആൻസർ ആയി. നോക്കിക്കോ, വുഡ് ഈസ് ഹാർഡ് ഓർ സോഫ്റ്റ്. ഇവിടെയും ഹാർഡ് ഉണ്ട്, ഇവിടെയും ഹാർഡ് ഉണ്ട്. അപ്പോൾ ഹാർഡ് എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയാൽ 639 ആണ് ഇവിടെയുള്ളത്, 135 ആണ് ഇവിടെയുള്ളത്. അപ്പോൾ 3 എന്ന് പറയുന്ന ആളായിരിക്കും ആര്? രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് വരുന്ന ഹാർഡ്. അപ്പോൾ ഹാർഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് പ്രശ്നമില്ലല്ലോ. ഹാർഡ് എന്ന് പറയുന്നത് 3 കിട്ടി, സോഫ്റ്റ് എന്ന് പറയുന്നത് 5 കിട്ടി. അപ്പോൾ ഇവിടെ ബാക്കി ആരായുള്ളത്? 135 ആയുള്ളത്. 3 ആയി, 5 ആയി. അപ്പോൾ ഓർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1 ആയിരിക്കണം. കാരണം 3 ഉണ്ട്, 1 ഉണ്ട്, 5 ഉണ്ട്. 135 ബാക്കി 2 പോയാൽ ബാക്കി ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ വേർഡുകൾ കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കോമൺ ആയിട്ട് കണ്ടെത്തിയിട്ട് നമ്മളുടെ ആൻസർ കണ്ടുപിടിക്കേണ്ടതിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, ഇറ്റ്, പിറ്റ്, സിറ്റ്, ഐ ആം ബോയ്. ഇറ്റ്, നിറ്റ്, സിറ്റ്, ഐ ആം ഗേൾ. കോഡ് ഫോർ ഗേൾ ഈസ്. ഗേളിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കേ, ഇറ്റ്, പിറ്റ്, സിറ്റ്, ഇറ്റ്, നിറ്റ്, സിറ്റ്. ഇറ്റ് ഇവിടെയുണ്ട്, സിറ്റ് ഇവിടെയുണ്ട്, സിറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഇറ്റ്, സിറ്റ് രണ്ടിലുണ്ട്. അപ്പോൾ ഐ ആം ബോയ്, ഐ ആം ഗേൾ. അപ്പോൾ ഐ ആം എന്ന് പറയുന്നതാണ് ഇറ്റ്, സിറ്റ് എന്താണ്? ഐ ആം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഐ ആം ഗേൾ എന്നാണ്, ഗേളിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐ ആമിന് ഇറ്റ്, സിറ്റായി. അപ്പോൾ ഗേളിന് ആരാണ് ബാക്കി വരുന്നത്? ഇവിടെ നിറ്റ്. അപ്പോൾ ഗേൾ എന്ന് പറയുന്നത് വരും
നിറ്റ് എന്ന് പറയുന്നത് വരും. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ബോയ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ അയാം ഇറ്റ് സിറ്റ് പോയി, ഇപ്പൊ ബോയ് എന്തായിരിക്കും? പിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചോദിച്ചത് ഗേൾ ആണ്. ഗേൾ എന്ന് പറയുന്നത് എവിടെ വരിക? നിറ്റാണ് വരിക. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ കാണണം. ഒന്ന് ആൽഫാബറ്റ് സീരീസിൻ്റെ ക്ലാസ് കാണണം. ഈ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ള മറ്റ് ക്ലാസ്സുകളും കാണുമ്പോഴാണ് ഇതിൻ്റെ ഓർഡറും ബാക്കിയുള്ള കാര്യങ്ങളും പല വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുക. മാത്സ്യൂണിൻ്റെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. സെർച്ച് ചെയ്ത് കണ്ടെത്തി എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കണ്ടുപിടിക്കാൻ പ്രാപ്തരാവുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. ബൈ.